പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ ഏറ്റവും ബലവത്തായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സാധാരണ നിലയിൽ നമ്മൾ കരിങ്കല്ല് കൊണ്ട് ഫൗണ്ടേഷൻ നിർമ്മിക്കുന്നു. ഈ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ നമ്മൾ നിർമ്മിക്കുന്നത് നല്ല ഉറപ്പുള്ള മണ്ണിലാണ്. സാധാരണ വീടുകൾക്ക് ഉറപ്പുള്ള മണ്ണാണെങ്കിൽ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ മതിയാകും. എന്നാൽ വൻ കെട്ടിടങ്ങളും അതുപോലെ തന്നെ ഉറപ്പ് കുറഞ്ഞ മണ്ണുകളിലുമൊക്കെ നമ്മൾ കെട്ടിടങ്ങൾ വെക്കുമ്പോൾ ഇതുപോലെ കരിങ്കല്ലിൽ തീർത്ത ഫൗണ്ടേഷൻ മതിയാകുകയില്ല. അതിന് പകരമായിട്ട് നമ്മൾ ഫുട്ടിങ്സ് നിർമ്മിച്ച് അതിൻ്റെ മുകളിലേക്ക് കോളം വാർക്കുകയാണ് ചെയ്യുന്നത്. വ്യത്യസ്തങ്ങളായ ഫുട്ടിങ്ങുകൾ ഉണ്ട്. പ്രധാനപ്പെട്ട ചില ഫുട്ടിങ്സിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കുറച്ച് ഫുട്ടിങ്സിൻ്റെ പേര് വിവരങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നു. പാഡ് ഫുട്ടിംഗ്, സ്റ്റെപ്ഡ് ഫുട്ടിംഗ്, സ്ലോപ്ഡ് ഫുട്ടിംഗ്, കണ്ടിന്യൂസ് വാൾ ഫുട്ടിംഗ്, കമ്പൈൻ ഫുട്ടിംഗ്, ട്രപ്പിസോയിഡൽ കമ്പൈൻ ഫുട്ടിംഗ്, മാറ്റ് ഓർ റാഫ് ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷൻ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഫുട്ടിങ്സിൻ്റെ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ഫൗണ്ടേഷൻസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ മൂന്നെണ്ണം പാഡ് ഫുട്ടിംഗ്, അതുപോലെ തന്നെ സ്റ്റെപ്ഡ് ഫുട്ടിംഗ്, സ്ലോപ്ഡ് ഫുട്ടിംഗ്, ഇതാണ് സാധാരണ നിലയിൽ നമ്മുടെ നാടുകളിലൊക്കെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഇടത്തരം കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ള ഫുട്ടിംഗ് രീതികൾ ഏതൊക്കെയാണ്? പാഡ് ഫുട്ടിംഗ്, സ്റ്റെപ്ഡ് ഫുട്ടിംഗ്, അതുപോലെ തന്നെ സ്ലോപ്ഡ് ഫുട്ടിംഗ് എന്നിവ. ഈ മൂന്ന് ഫുട്ടിങ്സ് അവയ്ക്ക് മറ്റൊരു പേരുണ്ട്. ഐസൊലേറ്റഡ് ഫുട്ടിങ്സ് എന്നാണ് ഇവയ്ക്ക് പറയാറുള്ളത്. അതായത് ഒറ്റ ഫുട്ടിങ്ങിൽ ഒരു കോളം മാത്രം വാർത്തെടുത്ത് കൊണ്ട് നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത് ഈ ഐസൊലേറ്റഡ് ഫുട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ മൂന്ന് ഫുട്ടിങ്സും ഏതൊക്കെ? പാഡ് ഫുട്ടിങ്, സ്റ്റെപ്ഡ് ഫുട്ടിങ്, സ്ലോപ്ഡ് ഫുട്ടിങ്, ഇവ മൂന്നും അതേപോലെ തന്നെ ഒറ്റ ഫുട്ടിങ്ങിൽ നിന്ന് കോളം മുകളിലേക്ക് വാർത്തെടുത്ത് അതിൻ്റെ മേലെ ബീമുകളും മറ്റും പണി തീർത്തുകൊണ്ട് നമ്മൾ കെട്ടിടങ്ങൾ പൂർത്തിയാക്കുന്ന രീതിയാണ് ഈ ഐസൊലേറ്റഡ് ഫുട്ടിങ്സ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് എന്താണ് പാഡ് ഫുട്ടിങ് എന്ന് നോക്കാം. ഇതേപോലെ ആയിരിക്കും ഒരു പാഡ് ഫുട്ടിങ് എന്ന് പറയുന്നത്. ഇത് ഒരു സ്ലാബ്, ആ സ്ലാബിൽ നിന്ന് ഒരു കോളം നമ്മൾ വാർത്തിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഫുട്ടിംഗ് നിർമ്മിക്കുകയാണെങ്കിൽ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പാഡ് ഫുട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്റ്റെപ്ഡ് ഫുട്ടിംഗ് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് സ്റ്റെപ്ഡ് ഫുട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ സ്ലാബ് 3 സ്റ്റെപ്പായിട്ട് സ്ലാബുകൾ നിർമ്മിച്ചിരിക്കുന്നു. അതിൽ നിന്നാണ് എന്ത് വാർത്തിരിക്കുന്നത്? കോളം വാർത്തിരിക്കുന്നത്. ഈ രൂപത്തിൽ നമ്മൾ ഫുട്ടിംഗ് നിർമ്മിക്കുകയാണെങ്കിൽ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റെപ്ഡ് ഫുട്ടിംഗ് എന്ന് പറയുന്നത്. സാധാരണ നിലയിൽ 1ഓ 2ഓ നിലകളോ ഒക്കെയുള്ള വീടുകളും മറ്റും പണിയുന്നതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറുള്ളത്? ഈ പാഡ് ഫുട്ടിംഗ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡിംഗ്, മൾട്ടി സ്റ്റോറിയുടെ ബിൽഡിങ്സ് ഒക്കെ പണിയുമ്പോൾ നമ്മൾ ഈ സ്റ്റെപ്ഡ് ഫുട്ടിംഗ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഇനി മൂന്നാമത്തതാണ് എന്തെന്ന് പറയുന്നത്? സ്ലോപ്ഡ് ഫുട്ടിംഗ് എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്ലോപ്പായിട്ട് വാർക്കുക, അതുതന്നെയാണ്. ആദ്യം ഒരു ലെവല് സ്ലാബ് ഉണ്ടായിരിക്കും. ഇതാണ് ഒരു സ്ലോപ്ഡ് ഫുട്ടിങ്ങിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ആദ്യം ഒരു സ്ലാബ് താഴ്ഭാഗത്തുണ്ടായിരിക്കും, അതിൽ നിന്ന് ഇതേപോലെ സ്ലോപ്പായിട്ട് വാർത്തെടുക്കുന്നു. എന്നിട്ട് അതിനാണ് വാസ്തവത്തിൽ എന്ത് നിൽക്കുന്നത്? ഈ കോളം നിൽക്കുന്നത്. ഈ രൂപത്തിൽ നമ്മൾ കോളം ഡിസൈൻ ചെയ്ത് എടുക്കുന്നതിനാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത്? സ്ലോപ്ഡ് ഫുട്ടിംഗ് എന്ന് പറയുന്നത്. മണ്ണിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ടും അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ ഭാരം നോക്കിക്കൊണ്ടുമൊക്കെയാണ് വാസ്തവത്തിൽ നമ്മൾ ഫുട്ടിങ്ങുകൾ ഡിസൈൻ ചെയ്യേണ്ടത്. എപ്പോഴും ബഹുനില കെട്ടിടങ്ങൾ പണിയുമ്പോൾ നമ്മൾ സോയിൽ ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമാണ് വാസ്തവത്തിൽ ആ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ്റെ പണികൾ ആരംഭിക്കാൻ പാടുള്ളൂ. അതിന് അനുസരിച്ചുള്ള ഡിസൈനുകളാണ് വാസ്തവത്തിൽ നമ്മൾ ഫുട്ടിങ്ങുകളുടെ കാര്യത്തിലായാലും ചെയ്യേണ്ടത്.
അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഐസൊലേറ്റഡ് ഫുട്ടിങ്സിനെ കുറിച്ചാണ്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.